ഇപ്പോൾ ഹർജിക്കാരുടെ അഭിഭാഷകൻ ശ്രീ മാത്യു നെടുമ്പാറ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു നെടുമ്പാറ, അതായത് പുനഃപരീക്ഷ വേണ്ട എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി. ഈ വിധി തീർത്തും നിരാശാജനകമാണോ? തീർച്ചയായിട്ടും തെറ്റാണ്. സുപ്രീം കോടതി ക്രിമിനൽ കേസ് നടത്തുന്ന പോലെ whether the leak or other malpractices has been established beyond doubt എന്നുള്ള രീതിയിലുള്ള ട്രയലിലേക്കാണ് പോയത്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റായ അപ്രോച്ചാണ്. ഈ എക്സാമിനേഷന്റെ ക്രെഡിബിലിറ്റി അത് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം അത്രയധികം സ്റ്റുഡൻസ്, പേരൻസ് അവർ പ്രക്ഷോഭത്തിലത്. അപ്പോൾ ഈ എക്സാമിനേഷന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അതാണ് പൊതുജനത്തിന്റെ ധാരണ, കുട്ടികളുടെ ധാരണ ഏതാണ്. അപ്പൊ അങ്ങനെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ള സീരിയസ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ലീക്ക് എത്രമാത്രം ഉണ്ടായി, എത്രമാത്രം അത് അഫക്ട് ചെയ്തു എന്നുള്ള അങ്ങനെയുള്ള എൻക്വയറിക്ക് യാതൊരു സാധ്യതയും ഇല്ല. മനസ്സിലായില്ല? നമ്മൾ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിഷയമാണ്. നമ്മുടെ കോടതി കേസ് ഒരു പ്രതിയെ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന പോലെയുള്ള കൃത്യതയോടെ അങ്ങനെയുള്ള എവിഡൻസോടെ നടത്തേണ്ട ഒരു കാര്യമല്ല. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലാസ്റ്റ് ആക്ഷേപം വന്ന സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ആരാണ്? സർക്കാരാണ്. അപ്പൊ സർക്കാർ അതിന് കൈ ഒഴിഞ്ഞു. എന്നിട്ട് സോളിസിറ്റർ ജനറൽ പറഞ്ഞു ഇതൊരു നോൺ അഡ്ജുഡിക്കേറ്ററി പ്രോസസ് ആണ്. നോൺ അഡ്ജുഡിക്കേറ്ററി പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. കോടതിയുടെ ജോലി എന്ന് പറയുന്നത് തർക്ക വിഷയങ്ങളിൽ തീരുമാനം എടുക്കുകയാണ്. അല്ല ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പറയുന്നത് ഗവൺമെന്റ് ഫംഗ്ഷനാണ്. അപ്പൊ ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനം അത് ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ മടി കാണിച്ചു. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക്. അപ്പൊ അവർ കൈ ഒഴിഞ്ഞിട്ട് ആ ഉത്തരവാദിത്വം കോടതിയിലെ ഏൽപ്പിച്ചു. അത് കോടതി അത് ഏറ്റെടുക്കുകയും ചെയ്തു. കോടതി പറയേണ്ടതായിരുന്നു ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ഓഫ് ഗവർണൻസ് ആണ്, നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ഈ ആക്ഷേപം രണ്ട് ഭാഗത്താരെയും കേൾക്കൂ, നിങ്ങൾ ഇന്റേണലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഇനി കോടതി ഹർജികളെ എന്റർടൈൻ ചെയ്യണമെങ്കിൽ തന്നെ അതിന് ശേഷമേ പാടുള്ളൂ. കാരണം കോടതി വരുമ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കേസ് അല്ലെങ്കിൽ ഒരു ടു സൈഡ് ലിറ്റിഗേഷൻ ആയിട്ട് മാറുന്നു. അപ്പൊ കോടതി വരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ തങ്ങളുടെ സൈഡിൽ നിന്ന് ചേരുന്ന കാര്യങ്ങൾ മാത്രമേ സർക്കാരും അല്ലെ ഹർജിക്കാരും കൊണ്ടുവരുള്ളൂ. അതേസമയം ഒരു ഗവൺമെന്റിലുള്ള ആൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുക സർക്കാരാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഇൻസ്റ്റൻസിലെങ്കിലും സർക്കാർ തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പൊ അത് സോളിസിറ്റർ ജനറലിന്റെ ഒരു ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ മാത്യു നെടുമ്പാറ, അതായത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അതായത് ഇപ്പോൾ കോടതി ഇങ്ങനൊരു വിധിയിലേക്ക് എത്തിയത് അതായത് നീറ്റ് പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു വിധിയിലെത്തിയത്. ഈ വാദത്തിനിടയിൽ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നെങ്കിൽ മാത്രമേ, അത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പുനഃപരീക്ഷയ്ക്കുള്ള സാധ്യതയുള്ളൂ എന്ന് വാദത്തിനിടയിൽ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ കോടതി പറഞ്ഞത്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സെറ്റിൽ പ്രൊപ്പോസിഷൻ ഓഫ് ലോ തന്നെ. ഇഫ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദി എക്സാമിനേഷൻ ഈസ് അഫക്റ്റഡ്. അപ്പൊ ഇതിനു മുമ്പ് ജസ്റ്റിസ് വിക്രമനാഥിന്റെ അടുത്ത് വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു അതാണ് ശരിയായ 0.0% ഇന്റഗ്രിറ്റിയെ പറ്റി ഒരു ഡൗട്ട് വന്നാൽ, അതായത് വളരെ നേരിയതായിട്ടുള്ള ഒരു ഡൗട്ട് വന്നാൽ തീർച്ചയായിട്ടും റീടെസ്റ്റ് വേണം. അല്ലാതെ ക്രിമിനൽ കേസിലെ പോലെ ഒരു ഫാക്ട് നീഡ് നോട്ട് ബി എസ്റ്റാബ്ലിഷ് ബിയോണ്ട് ഓൾ ഡൗട്ട്, അങ്ങനെയല്ല. അല്ല സിവിൽ കേസിലെ പോലെ ബിയോണ്ട് ഓൾ പ്രോബബിലിറ്റി, അതിന്റെ ആവശ്യമില്ല. ഇവിടെ വരേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിളായിട്ട് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ 100% തർക്കമില്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ടോ, ഈ സ്റ്റാൻഡേർഡ് അല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ ജനറൽ ആയിട്ട് ഒരു പരാതി ഉണ്ടോ, കുട്ടികളുടെ അപ്പൊ ഈ എക്സാമിനേഷനെ പറ്റി വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ടോ? വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ട്. അങ്ങനെ വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ പിന്നെ ആ പരാതി എന്തുമാത്രം സത്യമുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല.
കാരണം ഇപ്പോൾ കോടതി ഇന്ന് വിധി പറഞ്ഞു. പക്ഷെ കോടതി വിധി ജനങ്ങൾക്ക്, കുട്ടികൾക്ക് ആരും വിശ്വസനീയമല്ല. അപ്പൊ കോടതി വിധി ഒരു നിരപരാധി, ഒരു കോടതി ഒരു വിധി പറഞ്ഞ് അപരാധിയായി കണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ച അത് ഒരാൾ മാത്രമേ അതിന്റെ വേദന അനുഭവിക്കേണ്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വിധികൾ അംഗീകരിക്കപ്പെടും. പക്ഷെ ഒരുപാട് പേരെ അഫക്ട് ചെയ്യുന്ന ശ്രീ മാത്യു, ഞാൻ ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. വ്യാപകമായ പരാതി ഉണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷേ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ വിധിയിൽ പ്രത്യേകമായി കോടതി എടുത്തു പറഞ്ഞത് സാങ്ക്ടിറ്റി ഓഫ് ദ എക്സാം എന്നാണ്. അതായത് പരീക്ഷയുടെ പരിശുദ്ധി, അതായത് ആ ഒരു സാങ്ക്ടിറ്റി ഓഫ് ദ എക്സാം ഈസ് നോട്ട് അഫക്റ്റഡ് എന്നാണ്. മാത്രമല്ല, വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വ്യാപകമായ പരാതി ഉണ്ട്, പക്ഷേ പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ക്രമക്കേട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചോട്ടെ, സുപ്രീം കോടതി ഒരു ട്രയൽ കോടതിയാണോ ഇത് ഫാക്ട്സ് കണ്ടുപിടിക്കാൻ? അവിടെ വല്ല ട്രയലും നടന്നോ? വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ടെന്നുള്ളത് ഒരു തർക്കമില്ല. വ്യാപകമായിട്ട് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള മെഷീനറി സുപ്രീം കോടതിക്കുണ്ടോ? സുപ്രീം കോടതി ട്രയൽ കോടതിയാണോ? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണോ? കക്ഷികളുടെ തെളിവെടുത്തോ? എന്താ ഉണ്ടായത്? ആരെ കേട്ടിട്ടാണ് ഈ ഒരു വ്യാപകമായിട്ടുള്ള തിരുമറി നടന്നിട്ടില്ല എന്ന് കോടതി കണ്ടേക്കുന്നു? ഒരു എവിഡൻസും എടുത്തിട്ടില്ല, ഒരു ട്രയലും നടന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ട്രയലോ എവിഡൻസോ വേണമെന്നല്ല, അതിന്റെ ആവശ്യമില്ല. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണ്. വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ടായാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ എക്സാമിനേഷൻ അത് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ കോടതി പരിഗണിക്കേണ്ട വിഷയം വ്യാപകമായ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അതുകൊണ്ട് എക്സാമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ. പിന്നെ ഒരു കോൺഫ്ലിക്റ്റീവ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കുട്ടികളെ അത് അഫക്ട് ചെയ്യുന്ന ഈ പുതിയതായിട്ട് എക്സാമിനേഷൻ നടത്തണം. അതിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളും ചെലവും എല്ലാം ഉണ്ട്. അപ്പൊ അത് ഇത് രണ്ടും കൂടി ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് രണ്ടു വശം കൂടി കമ്പയർ ചെയ്യണം. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഒരു എക്സാമിനേഷൻ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ 24 ലക്ഷം സ്റ്റുഡൻസിന് വേണ്ടി എക്സാമിനേഷൻ നടത്തേണ്ട ആവശ്യമില്ല. 24 ലക്ഷത്തിൽ 13 ലക്ഷം കുട്ടികൾ പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സായി. അപ്പൊ ഞാൻ പറഞ്ഞ ക്വാളിഫൈ ചെയ്തവരെ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ട് കണക്കാക്കുക, അവർക്ക് വേണ്ടി ഒരു ഫൈനൽ എക്സാമിനേഷൻ നടത്തുക. അപ്പൊ അതിനകത്ത് എക്സ്പെൻഡിച്ചർ കുറയും. അത് 13 ലക്ഷത്തിന് പോലും ആവശ്യമില്ല. അപ്പൊ ആ രീതിയിൽ ഒരു പുനർ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബുദ്ധിമുട്ടില്ലാതെയും വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ വശം കോടതി കണ്ടില്ല. അപ്പൊ കോടതിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണ്. സത്യത്തിൽ കോടതി മനസ്സിലാക്കേണ്ടതായിരുന്നു, ഇത് ഞങ്ങളിലൊക്കെ അധികാരത്തിൽ വരുന്ന കാര്യമല്ല, ഇത് ഗവൺമെന്റിന്റെ ഇഷ്യൂ ആണ്. ഗവൺമെന്റ് ആണ് തീരുമാനം. ഇനി ഗവൺമെന്റിനോട് പറയാതെ നിങ്ങൾ തീരുമാനിക്കുക. അത് താങ്കൾ പറഞ്ഞതിൽ വ്യക്തതയുണ്ട്. ശ്രീ നെടുമ്പാര, മറ്റൊരു ചോദ്യം, അതായത് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച നീറ്റ് പരീക്ഷ എഴുതിയൊരു വിദ്യാർത്ഥി നമ്മോട് പങ്കുവച്ചത് നിലവിലെ അന്വേഷണത്തിൽ സംതൃപ്തിയില്ല എന്ന് ആ വിദ്യാർത്ഥി നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം നടക്കുകയാണ്. പ്രധാനമായിട്ടും ജാർഖണ്ഡും ബീഹാറും കേന്ദ്രീകരിച്ച് ഈ ചോദ്യപേപ്പർ തട്ടിപ്പ് നടത്തിയ 5 മെഡിക്കൽ വിദ്യാർത്ഥികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിലെ CBI അന്വേഷണത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? CBI അന്വേഷണത്തിൽ നമുക്ക് എന്തെങ്കിലും റെക്കോർഡുണ്ടോ? അവിടെ കോടതിയിൽ പോലും റെക്കോർഡിൽ ജനത്തിലെ പെറ്റീഷൻസ് വക്കീലിന് ആരെയും കാണിച്ചില്ല. അത് കോടതിക്ക് അവർ കോടതി സീൽ കവറിൽ കൊടുക്കുകയും, അപ്പൊ സീൽ കവർ പ്രാക്ടീസ് പാടില്ല എന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയെല്ലാം അതിന്റെ സാഹചര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ സീൽ കവർ എന്തുകൊണ്ട് സീൽ കവർ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തു? അപ്പൊ അവിടെ അത് നമ്മൾ മനസ്സിലാക്കാതെ പോയ, കോടതി മനസ്സിലാക്കാതെ പോയ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ക്രിമിനൽ ട്രയലോ അതുപോലെയുള്ള എവിഡൻസിന്റെയോ ആവശ്യമില്ല. ഇവിടെ പേപ്പർ ലീക്ക് ചെയ്തു, ഒരു സംശയമില്ല. CBI അഡ്മിറ്റ് ചെയ്യുന്നു, പേപ്പർ ലീക്ക് ചെയ്തു. അത് അതിന്റെ ഫോട്ടോകോപ്പി അതിന്റെ സ്കാൻ ചെയ്തു അത് വാട്സാപ്പിൽ അയച്ചു. അപ്പൊ എവിടെയെല്ലാം പോയി, എത്ര പേർക്ക് കിട്ടി, ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ ഏതായാലും പൊതുജനത്തിന്റെ ദൃഷ്ടിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, സാധാരണ ആൾക്കാരോട് ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സാധാരണ ഒരു മാൻ ഓഫ് ഓർഡിനറി സ്റ്റുഡന്റ് എന്ന് പറയും, അത് പുതിയ എക്സാമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ, എന്റെ ക്രെഡിബിലിറ്റി പോയില്ലേ? അപ്പം അതാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറയാം, അന്ന് കോടതിയിലും പറഞ്ഞതാണ്, ഇതിനകത്ത് ഈ ടെസ്റ്റ് ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാർ ട്രയൽ നടത്തുന്ന പോലെയല്ല.
You only need to examine, what a common man would think about it. And a common man would certainly come to a conclusion that something terribly went wrong. അപ്പോൾ അവിടെ ആശയം വന്നു കഴിഞ്ഞാൽ ആശയം ഒഴിവാക്കണം. അപ്പോൾ ചിലപ്പം ഒരു പക്ഷേ അസ്യൂം ചെയ്യാം, സുപ്രീം കോടതി പറഞ്ഞ് ശരിയാണെന്ന് ഒരു പക്ഷേ വിശ്വസിക്കാം, വ്യാപകമായിട്ടുള്ള നടന്നിട്ടില്ല എന്നൊരു അങ്ങനെ ഒരു കൺക്ലൂഷൻ നടത്താൻ നടത്തിയിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടി അങ്ങനെയാണ് അത് കരുതുക. എങ്കിൽ പോലും പുതിയ ജനം എന്താ വിചാരിക്കുക, ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് പോയിട്ടു. എന്നിട്ടും കോടതി റീടെസ്റ്റിന് തയ്യാറായില്ല. അപ്പം ഇത് ഗവൺമെന്റ് ആണ് പറയേണ്ടത്. ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ റീടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ശ്രീ നെടുമ്പാറ, ഒരു ചോദ്യം കൂടി. അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണെന്ന് താങ്കൾ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പരമോന്നത കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ എന്താണ് മുന്നോട്ടുള്ള നടപടി, എന്താണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ കോടതി ആദ്യമേ കയറി വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമില്ല, കോടതി ഇവിടെ ചലഞ്ച് ചെയ്യും. അതല്ലേ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ കേസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് പറഞ്ഞു, അത് കോടതി കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് ഇഷ്യൂ തന്നെ ഡയറക്ട് ദി ഗവൺമെന്റ് ടു കൺസിഡർ ആൻഡ് ടേക്ക് എ ഡിസിഷൻ. അതൊക്കെ thereafter allow them to come and question that. അപ്പൊ മാൻഡമസ് എന്ന് പറയുന്ന റിട്ടേൺ മാൻഡമസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വേണമാണ്. ഒരു ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷനെ അപ്പോൾ ഗവൺമെന്റ് കാര്യകാരണങ്ങളെല്ലാം പറയും. ആ ഡിസിഷനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള നീറ്റ് കേസുകളിലെല്ലാം അതാണ് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് ഡിസിഷൻ എടുത്തു എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ, അതെല്ലാം അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് വളരെ എക്സ്ട്രാഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നുന്നു. കോടതി അധികാരമില്ലാത്ത ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് ഇനി ഹർജിക്കാർക്ക് വേറെ മാർഗമില്ല. ഇനി കോടതി തെരുവിലിറങ്ങാനും മാർഗമില്ല എന്ന് പറയും. ഗവൺമെന്റും പറയുന്നില്ല. സാധാരണ ജനങ്ങളും വിചാരിക്കും ഇത് സുപ്രീം കോടതി തീരുമാനിച്ച കാര്യമല്ലേ, ഇനിയിപ്പോൾ അതിപ്പോൾ എന്താ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് വലിയ ഇൻജസ്റ്റിസിലേക്ക് നയിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് ഒരു വക്കീലുമാരും പറയില്ല. കാരണം ഒരു വക്കീലുമാരും പറയില്ല. പിന്നെ കോടതിയെ ഒരു പരോക്ഷമായിട്ട് പോലും ഒരു വിമർശിക്കുന്ന രീതിയിൽ പറയില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഈ സ്റ്റുഡൻസിന് ഒരു റെമഡി ഇല്ലെന്നായി. നന്ദി ശ്രീ മാത്യു നെടുമ്പാറ.